എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു 15 ഇഞ്ച് ആക്റ്റീവ് സ്പീക്കറിൻ്റെ സർവീസ് വന്നിട്ടുണ്ട്. ഇത് തമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ആക്റ്റീവ് സ്പീക്കറാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന ആൾ പറഞ്ഞിരുന്നത് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട്, എന്താണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞിട്ടില്ല. കംപ്ലൈൻ്റ് ആയിട്ട് ഒരു സർവീസിന് കൊടുത്തു, 2-3 സർവീസിന് പോയി. അവരൊക്കെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ബോർഡിൻ്റെ അകത്ത് എന്തൊക്കെ പണിയാണ് ചെയ്തിരിക്കുന്നതെന്ന്, ഇത് ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്കൊരു ക്ലോസപ്പ് വ്യൂ പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ ഒരു ബോർഡ്. ഇത് മൊത്തം ഒന്ന് അഴിച്ചെടുക്കാം ആദ്യം. അപ്പോൾ ഇതാണ് അതിനകത്തിരുന്ന് ഞാൻ അഴിച്ചെടുത്തിരിക്കുന്ന ഒരു പാനല് ബോർഡ്. അപ്പോൾ ഇത് കമ്പനി ഇൻബിൽഡായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് സ്പീക്കർ RMS എന്ന് പറയുന്നത് 500, ട്യൂട്ടർ RMS 100 RMS ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ക്ലാസ് D ആംപ്ലിഫയറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലോട്ട് ക്ലാസ് D ആംപ്ലിഫയറാണ്. പക്ഷേ അതിന് കണക്ഷൻ കൊടുത്തായിട്ട് കാണുന്നില്ല. അതിന് പകരം ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു 300 വാട്ട്സിൻ്റെ ഒരു 4 ട്രാൻസിസ്റ്റർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ടാണ്, ഇപ്പോൾ ക്ലാസ് D ആംപ്ലിഫയർ സെക്ഷൻ കംപ്ലൈൻ്റ് ആയിട്ട് അവർ സെപ്പറേറ്റ് ഇത് പണിത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുമല്ലാതെ ഈ പ്രിയാമ്പ് സെക്ഷൻ മുഴുവനും ഒരുപാട് പണിതിട്ടുണ്ട്. ഇവിടെ ഈ സൈഡ്. ഇപ്പോൾ ഇത് നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാലും പവർ ഓൺ ആവാത്ത ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ ചെക്ക് ചെയ്യണം. പവർ സപ്ലൈ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ 3 വയറെന്ന് പറയണത് ഇതിലോട്ട് സപ്ലൈ കൊടുക്കാനുള്ള ലൈനാണ്. അപ്പോൾ നമുക്ക് ഇത് അഴിക്കാതെ തന്നെ ഇതിൽ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കണക്ഷൻ കൊടുക്കുക. അതിൻ്റെ കണക്ഷൻ ഇവിടെ ഓക്കെ, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോർഡ് ഇവിടെ വെച്ചിട്ട്, അപ്പോൾ ഇതിലാണ് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി സപ്ലൈ കൊടുക്കാം. പവർ കൊടുത്തിട്ടാണ്, സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. മൾട്ടിമീറ്റർ DC മോഡിലോട്ട് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്തിട്ട് ലൈറ്റ് ഇപ്പോൾ പിന്നെ നമ്മുടെ പവർ ഇന്നായിട്ടുണ്ട്. അതിനാണ് നമ്മുടെ സീരിയൽ ബൾബ് കത്തിയിട്ട് അങ്ങ് അണഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സപ്ലൈ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ 0.35. അപ്പോൾ ചെറുതായിട്ട് സപ്ലൈ ഫ്ലക്ച്വേഷനായിട്ട് നിൽപ്പുണ്ട്. ഉണ്ടോ? ഷോർട്ട് ഉണ്ടെങ്കിലും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു കണക്ഷൻ അഴിച്ചു വിട്ടിട്ട് ഒന്ന് സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 2 കണക്ഷൻ മൊത്തം എനിക്ക് തോന്നുന്നു ഇത് ഒന്ന് ഗ്രൗണ്ട്, ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ് വോൾട്ടേജാണ്. അപ്പോൾ ഞാൻ ഒരു കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, 2 കണക്ഷൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം. -31 വോൾട്ട് ഉണ്ട്, -30. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു പവർ LED കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ഷോർട്ടാണ്. ഈ ഒരു ബോർഡാണ് കംപ്ലൈൻറ്റ്. ഈ ഒരു ബോർഡിൽ ഷോർട്ടിങ് ഉണ്ട്. റെസിസ്റ്റൻസ് കത്തിയിട്ടില്ല.
അടിയിൽ 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ ട്രാൻസിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് NJW0281G. അത് 2 ഉണ്ട്. ഇത് രണ്ടും ആ നമ്പറാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് NJW0302G. ഇത് അത്യാവശ്യം ഇച്ചിരി വിലയുള്ള ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്. ഇത് പെയർ തന്നെ വന്നിട്ട് 400 രൂപയ്ക്ക് മുകളിൽ പെയർ തന്നെ വന്നിട്ട് വിലയുള്ള ഒരു ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്. നമുക്ക് ആദ്യം ഈ ട്രാൻസിസ്റ്ററുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിസ്റ്റർ എല്ലാം വർക്കിംഗ് ആണോ. മൾട്ടിമീറ്റർ ഡീപ്പ് മോഡിലാക്കിയിട്ടുണ്ട്. ഇത് ഓക്കെ, ഇത് ഓക്കെ. ഈ ട്രാൻസിസ്റ്റർ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്, അതായത് ബേസ് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഈ 2 ട്രാൻസിസ്റ്ററും ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒന്നിൻ്റെ കണക്ഷൻ അങ്ങ് അഴിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കണക്ഷൻ ഞാൻ അവിടെ നിന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്റർ ഇപ്പോഴും ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ പോയതാണ്. ചെയ്ത് കാണണം. അപ്പോൾ ഇത് പുതിയ ട്രാൻസിസ്റ്ററാണ്, NJ0281G. ഇതിപ്പോൾ ഒരു സിംഗിൾ പീസായിട്ട് മേടിക്കണമെങ്കിൽ തന്നെ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അത് നല്ല ചൂടാവുന്ന ട്രാൻസിസ്റ്ററുകളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹീറ്റ് കോമ്പൗണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
അതിൽ നമ്മളൊരു പുതിയ ട്രാൻസിസ്റ്റർ ഇതിൽ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ട്രാൻസിസ്റ്ററുകളെല്ലാം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇൻപുട്ട് കണക്ഷൻ ഇവിടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതും പിടിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. ഇവിടുത്തെ പവർ നമ്മൾ ഡിസോൾഡർ ചെയ്തെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇത് സ്പീക്കർ വയറാണ്. ഓക്കെ, ഇനി ഇൻപുട്ട് ഇനി നമ്മുടെ സ്പീക്കറിൽ ഒരു അഡീഷണൽ സെപ്പറേറ്റ് ഒരു സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹമ്മിങ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻപുട്ട്. അപ്പോൾ ആ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ആ ഒരു ട്രാൻസിസ്റ്റർ മാത്രം പോയിരുന്നത് കൊണ്ടിട്ടാണ്, ഷോർട്ടായിരുന്നതുകൊണ്ടാണ്. പവർ പോലും ഇല്ലായിരുന്ന, പവർ പ്രൊട്ടക്റ്റിലോട്ട് പോകും. ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു പവർ സപ്ലൈയിൽ ആ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ മോഡുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.